സംസ്ഥാന ബി.ജെ.പിയെ നയിക്കാൻ വനിതാ നേതാവ് എത്തുമോ? കെ സുരേന്ദ്രന് പകരം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെന്ന ചർച്ചകൾ സജീവമാണ്. രാജീവ് ചന്ദ്രശേഖർ, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് സജീവ പരിഗണനയിലുള്ളത്. ജനുവരി അവസാനത്തോടെ ബി.ജെ.പിക്ക് പുതിയ ദേശീയ അധ്യക്ഷനെത്തും. സംസ്ഥാന അധ്യക്ഷന്മാരെ 15-ന് മുമ്പ് തെരഞ്ഞെടുക്കും. ഇതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ നേതൃത്വം എത്താനാണ് സാധ്യത. വിനോദ് ചേരുന്നു. വിനോദ്, കെ സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കും. 5 വർഷം ഒരു ടേമായി കണക്ക് കൂട്ടുന്നു. അങ്ങനെയെങ്കിൽ സുരേന്ദ്രന് തുടരാനുള്ള സാഹചര്യം ഒരുങ്ങും. ഇതാണ് പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നു എന്ന സൂചനയാണോ? അങ്ങനെയെങ്കിൽ ബി.ജെ.പിയുടെ പുതിയ പരിഗണന ആരിലേക്കെത്തും? ഒരു വനിത എത്തുകയെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമോ? എന്താണ് സാധ്യതകൾ? സൈത്ത്, മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല. അതിരൂക്ഷമായ തർക്കമാണ് പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വരണാധികാരിയെ കൊല്ലത്ത് തടഞ്ഞു വയ്ക്കുകയും വരണാധികാരിയായ നാരായണൻ നമ്പൂതിരിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. അവിടെയാണ് ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്രമാത്രം പോരാണ് ഇനി നടക്കാൻ പോവുക എന്ന സൂചനകൾ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ സുരേന്ദ്രനെ ഒഴിവാക്കണമെന്ന ആവശ്യം കൃഷ്ണദാസ് വിഭാഗം അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട്. സുരേന്ദ്രനാകട്ടെ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഉയർത്താൻ കഴിയുന്നുണ്ട്, തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിയുന്നുണ്ട്. ആ തരത്തിൽ അതിശക്തമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഈ ഒരു കാര്യം തന്നെയാണ് സുരേന്ദ്രനൊപ്പമുള്ളവരും അദ്ദേഹവും എടുക്കുന്ന നിലപാട്. എന്നാൽ സുരേന്ദ്രൻ്റെ സമീപനങ്ങൾ ശരിയല്ല. സന്ദീപ് വാര്യർ അടക്കം പാർട്ടി വിട്ടു പോകുന്നതിനിടയാക്കിയത്, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത് സുരേന്ദ്രൻ്റെ ഏകാധിപത്യ സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ട് സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി തന്നെ വേണം എന്ന കാര്യത്തിൽ കൃഷ്ണദാസ് വിഭാഗം ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, കേന്ദ്ര നിരീക്ഷകൻ വിളിച്ച ഓൺലൈൻ യോഗം, അതിൽ ഒരുപക്ഷെ സുരേന്ദ്രൻ തുടർന്നേക്കും എന്നൊരു സൂചന ഉണ്ടായപ്പോൾ തന്നെ ആ യോഗത്തിനിടയ്ക്ക് കൃഷ്ണദാസ് വിഭാഗം നേതാക്കൾ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അവിടെയാണ് ചില പേരുകൾ കൂടി ഇപ്പോൾ പരിഗണനയിലേക്ക് വരുന്നത്, ചർച്ചയിലേക്ക് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് പ്രധാനമായും ഉയർന്നു വരുന്നു. അതോടൊപ്പം എം.ടി. രമേശ്, തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ, ഇങ്ങനെയുള്ള ചില പേരുകൾ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ ശോഭയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. നേരത്തെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി അമിത്ഷായുമായി ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അവർ നടത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ അവർ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു എന്ന സൂചന നൽകുന്നു. മാത്രമല്ല, സാമുദായികമായ ഒരു പരിഗണന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമവാക്യം കൂടി ബി.ജെ.പി കൊണ്ടുവന്നാൽ, നടപ്പിലാക്കിയാൽ അത് ഒരുപക്ഷെ ശോഭയ്ക്ക് അനുകൂലമായി മാറും. അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും അധികം താമസിയാതെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരു നിലയിലാണ് കാര്യങ്ങളുള്ളത്. കാരണം ഈ മാസം അവസാനത്തോടുകൂടി ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. 2019 മുതൽ ജെ.പി. നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. നദ്ദയ്ക്ക് പകരം പുതിയൊരു മുഖം വരുമ്പോൾ അതിന് മുൻപായി തന്നെ സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെയാണ് കാര്യങ്ങൾ കേരളത്തിൽ അത്ര എളുപ്പമാകില്ല എന്ന സൂചനകൾ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ, അല്ലെങ്കിൽ സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ബി.ജെ.പിയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്നതായിരിക്കും അധ്യക്ഷനെ കണ്ടെത്തുന്ന പ്രക്രിയ.